ശ്രവണ സുഖം എന്താണ്? ഒന്നുമില്ല, മതത്തോടെ ഒന്നുമില്ലതേ. നിങ്ങൾ ആലോചിച്ചു, മതത്തിൽ എന്ത് നിറമാണുള്ളത്? മതത്തിന് ഒരു നിറവുമില്ല. മനുഷ്യൻ കൊടുത്ത നിറമേ ഉള്ളൂ, അല്ലാതെ ഒരു നിറവും അതിലില്ല. മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മതം. അപ്പൊ അത് മനുഷ്യൻ കൽപ്പിച്ച നിറമേ ഉള്ളൂ. ആ നിറം സ്ഥിരമല്ല, അസ്ഥിരമാണ്. ആ നിറം അസ്ഥിരമാണ്. എപ്പോ വേണമെങ്കിലും പോകാം, എപ്പോ വേണമെങ്കിലും പോകാം. ആ നിറം അസ്ഥിരമാണ്, അല്ലേ? ഇനി ആ മതത്തിലൊരു ഗന്ധമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും പോകാം. എന്താണ്, എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ മുഖത്തിന് മൂക്ക് ഉണ്ട് എന്ന് അറിയുന്നത് ഒരു അശുദ്ധ മണം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു നല്ല സുഗന്ധം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മുഖത്ത് മൂക്ക് ഉണ്ടെന്ന് അറിയണം. അല്ലെങ്കിൽ നമുക്ക് മൂക്കുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ മുഖത്ത് മൂക്കേ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഈ നല്ലതും ചീത്തയായിട്ടുള്ള മണം എപ്പോഴും ഈ പ്രകൃതിയിലുണ്ട്. ആ മണത്തെ, ആ സുഗന്ധത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ, സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് നമ്മുടെ മൂക്കിനെ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനെ അറിയണില്ല. മുഖത്തിരിക്കണ മൂക്ക് കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കണം. പക്ഷെ ഈ മുഖത്ത് മൂക്കുണ്ടെന്ന് അറിയണമെങ്കിൽ മറ്റൊരു വഴിയുള്ളൂ, മണം വെക്കണം. അപ്പൊ മതത്തിനൊരു ഗന്ധമുണ്ടെങ്കിൽ അത് സ്ഥിരമല്ല. ഈ പ്രകൃതിക്ക് ഒരു ഗന്ധമുണ്ടെങ്കിൽ സ്ഥിരമല്ല. അത് അടുത്ത കാറ്റ് വീശിപ്പോകും. അടുത്ത കാറ്റ് വേറെ ഗന്ധം വരും. ഇനി കാറ്റ് വീശിയില്ലേ, ഈക്വലായിട്ട് ഈ ഗന്ധം എപ്പോഴും ഇവിടെയായിരിക്കും. അപ്പൊ മതത്തിനൊരു നിറമില്ല, മതത്തിനൊരു മണമില്ല, മതത്തിനൊരു സ്പർശമായിട്ടുള്ള സുഖം. മതത്തെ എവിടെയിട്ടാ സ്പർശിക്കണേ, അല്ലെ? അതേപോലെ തന്നെയാണ് ഈ ജാതി എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ഘടകമാണ് ഈ ജാതി എന്ന് പറയുന്നത്. ക്യാൻസർ പോലെ ആൾക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതി നോക്കിയാണത്രേ ഇന്ന് കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളെയും തിരഞ്ഞെടുക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെ? ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കൂട്ടുകാരനെയും കൂട്ടുകാരെയും തിരഞ്ഞെടുക്കുമ്പോൾ ആ കൂട്ടുകാരനും കൂട്ടുകാരത്തെയും ഭൗതിക ചുറ്റുപാടുള്ള ആളാണോ എന്നുകൂടി നോക്കുന്നു. എന്തെല്ലാം ഇത് നോക്കുന്നത്? ഇവിടെ മഹാത്മാക്കളായിട്ടുള്ളവർ എന്താണ് ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയത്? എന്താണ് ഈ ഭൂമുഖത്ത് നിന്ന് മഹാത്മാക്കളായിട്ടുള്ളത് തുടച്ചു നീക്കിയത്? ഈ വഴിയെ നടക്കാൻ പാടുണ്ടായിരുന്നില്ല നമുക്കല്ലേ? ഉപ്പ് എന്ന് പറയാൻ പോലും അവകാശമില്ലാതിരുന്ന നമുക്കിന്ന് ഉപ്പ് എന്ന് പറയാം, അല്ലേ? നമുക്ക് ഉപ്പ് എന്ന് പറയണമെങ്കിൽ പുളിച്ചത് എന്ന് പറയണം. പുളിച്ചതെന്ന് പറഞ്ഞാലേ നമുക്ക് ഉപ്പ് എന്ന് പറയുന്ന സാധനം കടയിൽ തരുള്ളായിരുന്നു. ശരിയാണോ? നിങ്ങൾക്ക് അറിയാം, ഓർമ്മയുണ്ടോ? നമ്മുടെയൊക്കെ അച്ഛനും അമ്മമാരൊക്കെ ഉപ്പ് എന്ന് പറഞ്ഞ് ഉപ്പെന്ന് ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പകരം എന്ത് ചോദിക്കണം? പുളിച്ചതെന്ന് ചോദിക്കണം. ഉപ്പ് എന്ന് ചോദിച്ചവരുടെ തല വെട്ടിക്കളഞ്ഞ നാളാണ്.